നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത മത്സരത്തിൽ ആഞ്ചലോട്ടി എൻട്രിക്കിനെ സ്റ്റാർട്ട് ചെയ്യിക്കുമോ? ജപ്പാനെതിരെ രണ്ടാം പകുതിയിലുടനീളം അവൻ കളിക്കുകയുണ്ടായി. അവൻ വന്നപ്പോൾ ബ്രസീലിൻ്റെ മുന്നേറ്റത്തിന് ഒരു ഉണർവുണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ കളിക്ക് ശേഷം മാധ്യമങ്ങൾ ആഞ്ചലോട്ടിയോട് ചോദിച്ചു, എൻട്രിക്ക് റൗണ്ട് ഓഫ് 16 സ്റ്റാർട്ട് ചെയ്യുമോ? അദ്ദേഹത്തിൻ്റെ മറുപടി, യെസ്, അവന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള കളിക്കാരൻ തന്നെയാണ്. അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ കളി തുടങ്ങാം. 2 സ്ട്രൈക്കർമാരെ വെച്ച് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഈ ഒരു കളിയിൽ ഞങ്ങൾക്കറിയാമായിരുന്നു കുറച്ചുകൂടി ഒരു ഫോഴ്സ് മുന്നേറ്റത്തിൽ ഇടേണ്ടതുണ്ട്. മത്സരം നമുക്ക് തിരിച്ചു പിടിക്കാൻ. ജപ്പാൻ ആ രൂപത്തിലാണ് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻട്രിക്ക് തീർച്ചയായിട്ടും മുന്നേറ്റത്തിൽ നമുക്കൊരു കരുത്ത് പകരും. ആ ഏരിയയിൽ, പെനാൽറ്റി ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഗുണം ചെയ്യും എന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് ഇറക്കിയത്. ഹി പ്ലേഡ് എ വെരി ഗുഡ് ഗെയിം. അവൻ വളരെ ഇൻറ്റൻസും ഡേഞ്ചറസുമായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തിയത്. അതുകൊണ്ട് അവൻ മികവ് കാണിച്ചിട്ടുണ്ട് എന്നുകൂടി കോച്ച് പറയുന്നു. അപ്പോൾ കോച്ച് അടുത്ത കളിയിൽ എൻട്രിക്കിന് എന്തായാലും ഇറക്കുന്നല്ല പറഞ്ഞത്. വേണമെങ്കിൽ എൻട്രിക്കിനെയും ഇറക്കാം, സ്റ്റാർട്ട് ചെയ്യിക്കാം. ആ രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കാണുന്നത് എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ലൂക്കാസ് പക്കേറ്റയുടെ പരിക്കാണ്. പക്കേറ്റയ്ക്ക് പരിക്ക് പറ്റിയപ്പോഴാണ് രണ്ടാം പകുതിയിൽ ഫുൾ ടൈം എൻട്രിക്ക് കളിക്കുന്നൊരവസ്ഥയുണ്ടായത്. അപ്പോൾ അതിൽ പക്കേറ്റയുടെ പരിക്ക് അപ്പോഴേക്കും മാറുമോ? അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ 5-ാം തീയതിയാണ്, ജൂലൈ 5-നാണ്. ഐവറി കോസ്റ്റോ നോർവേയോ ആയിരിക്കും എതിരാളികൾ. അപ്പോഴേക്കും പൂർണ്ണ ഭേദമാകുമോ അദ്ദേഹത്തിൻ്റെ പരിക്ക് എന്നുള്ളതാണ് ചോദ്യം. ഇല്ലെങ്കിൽ മിക്കവാറും എൻട്രിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ തന്നെയാണ് ഇതുവരെ വന്നത്. പക്ഷേ കുറഞ്ഞ മിനിറ്റുകളാണ് ഇതിനു മുമ്പുള്ള കളികളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കളിയിൽ രണ്ടാം പകുതി പൂർണ്ണമായി കളിച്ചു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും കൂടുതൽ ലഭിച്ച പ്ലേയിങ് ടൈമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.